എല്ലാവർക്കും നമസ്കാരം. മനുഷ്യ ജീവിതത്തിൽ ആശയ വ്യത്യാസങ്ങളും പരസ്പരമുള്ള വഴക്കുകളും ഒക്കെ സാധാരണമാണ്. എന്നാൽ അവയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. പലപ്പോഴും ജയിക്കാൻ വേണ്ടി വഴക്കടിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെയാണ് നഷ്ടമാകുന്നത്. ഒരു പ്രോവർബുണ്ട്, ഇൻ ക്വാറലിംഗ് the truth is always lost. ഈ അഹം ചിന്തയുടെ ഭാഗമായി ഉണ്ടാകുന്ന വഴക്കുകളിൽ അഹം ശരിക്കും ഒരു മനുഷ്യന്റെ കാഴ്ചയാണ് നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ അന്ധരായവരുടെ വഴക്കുകൾക്കിടയിൽ ശരിക്കും ചോർന്നു പോകുന്നത് സത്യം തന്നെയാണ്. ഇത്തരം വഴക്കുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാതും നഷ്ടപ്പെട്ടിരിക്കും. പിന്നിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വഴക്കുകൾ സർവ്വധാരണമാണെങ്കിലും വഴക്കുകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് പരിഹരിക്കാനുള്ള ശ്രമം. അത്തരം പരിഹാരത്തിന് ഒരു 3 തരത്തിലുള്ള സമീപനം ആവശ്യമാണ്. 1, ഹ്യൂമിലിറ്റി നമ്മളിൽ ഉണ്ടാകണം. വിനയം ഒരു നയമാണ്. അത് വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന നയമാണ്. ഒരു വഴക്കുണ്ടാകുമ്പോൾ അവിടെ വിനയമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ രണ്ടുപേരും തോക്കില്ല, രണ്ടുപേരും ഒരുപോലെ ജയിക്കുന്ന അനുഭവം ഉണ്ടാകും. രണ്ടാമത്, അത്തരം ഒരു പരിഹാരത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാകണം. ഞാൻ ആരാണ്? എൻ്റെ നിയോഗം എന്താണ്? ഈ ലോകത്ത് നമ്മളെ അയച്ചേക്കുന്നത് ഭിന്നതകൾ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിയോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം അനുരഞ്ജനത്തിൻ്റെതാണെന്നുള്ള ബോധ്യം. ജോൺ മാക്സ്വെലിന്റെ വാക്കുകൾ, A great leader understands that conflict is not about winning, it's about resolving. കോൺഫ്ലിക്റ്റുകൾ നമ്മളെ ഒരിക്കലും വിജയത്തിലേക്കല്ല നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിലിരിക്കുന്നവർ എപ്പോഴും കോൺഫ്ലിക്റ്റുകളെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനാണ് പരിശ്രമിക്കേണ്ടത്. മൂന്നാമത്, ഒരു വഴക്ക് പരിഹരിക്കാൻ പീസ്ഫുൾ റിക്കൺസിലിയേഷൻ ഉണ്ടാകണം. അതൊരു തുറന്ന അനുരഞ്ജനമായിരിക്കണം. തിന്മയോട് സന്ധി ചെയ്യുക എന്നുള്ളതല്ല, നന്മയ്ക്കായി ഉണ്ടാകുന്ന റീകൺസിലിയേഷൻ, അതാണ് ഏറ്റവും അനിവാര്യം. ഇത് വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ലിൻഡ് ഈസ്റ്റ്വുഡ് പറയുന്നു, ഇത് കുടുംബജീവിതത്തെ പറ്റി പറയുന്നത്, they say all marriage are made in heaven but so are thunder and lightning. എല്ലാ വിവാഹങ്ങളും അങ്ങ് സ്വർഗത്തിൽ വെച്ച് നടക്കുന്നേ, പക്ഷെ അവിടെ ഇടിയുണ്ട്, മിന്നലുമുണ്ട്. അനുരഞ്ജനത്തിൻ്റെ മിന്നൽ രക്ഷാചാലകം കൊണ്ട് വേണം അതിനെയൊക്കെ അതിജീവിക്കാൻ. ഈ ഒരു വഴക്കിനൊക്കെ ശേഷം നിർവഹിക്കപ്പെടുന്ന തുറന്ന അനുരഞ്ജനം അതിനെ ജീവിതത്തെ കൂടുതൽ മനോഹാരിതയുള്ളതാക്കി തീർക്കും. വഴക്കുണ്ടാക്കാതെ ശ്രമിക്കുക, ഉണ്ടായാൽ തുറന്ന മനസ്സോടെ പരിഹരിക്കുക. ഭിന്നതയുടെയും കലഹത്തിൻ്റെയും ദുരാത്മാവുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നല്ല അനുരഞ്ജനത്തിനായി ഒരു നല്ല മനസ്സ് നാം ആർജിക്കണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ ലോക ജീവിതത്തിൽ ഓരോ മനുഷ്യരും തങ്ങളിൽ തന്നെ വ്യത്യസ്തരാണല്ലോ. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ആശയങ്ങളും നിലപാടുകളും ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങളിലുണ്ട്. അവ പ്രകടിപ്പിക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ പോരടിക്കുന്നതും പരസ്പരം കലഹിക്കുന്നതും അതുമൂലം സമാധാനം നഷ്ടപ്പെടുന്നതും അപകടകരമാകുന്നുവെന്ന് തിരിച്ചറിയുന്നു. കർത്താവേ, നല്ല നിലപാടുകൾക്ക് വേണ്ടി ശക്തമായ ആശയങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതിനൊപ്പം തന്നെ കലഹങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം അനുരഞ്ജനത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. ഞങ്ങൾ ഒത്തിരി കുറവുകളുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ അഹംഭാവത്തെ ഓർത്ത് വാശി പിടിക്കുന്നവരാണ്. അത്തരം വാശി ജീവിതത്തിൻ്റെയും ബന്ധങ്ങളുടെയും സൗന്ദര്യം പലപ്പോഴും നശിപ്പിക്കുന്നുണ്ട്. യേശുവേ, നിന്നിൽ ആശ്രയിപ്പാൻ, നിന്നിൽ വിശ്വാസം കണ്ടെത്തുവാൻ, നന്മയ്ക്കായി അനുരഞ്ജനപ്പെടുവാൻ അവിടുത്തെ കൃപയും അനുഗ്രഹവും ജ്ഞാനവും ഞങ്ങളിൽ പകരണമേ.
ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.